ഈ അൻവർ അദ്ദേഹം ആരാണ്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ഈ നാടകം സംവിധാനം ചെയ്യുന്നത് എന്ന് സർക്കാരോ പാർട്ടിയോ അന്വേഷിച്ചിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് CPM സഖാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് അൻവർ സാഹിബ് പറയുക. അദ്ദേഹത്തെ ഇത് ആരാ ഏൽപ്പിച്ചത് ഈ ചുമതല? കേരളത്തിലെ മുഴുവൻ സഖാക്കൾക്കും വേണ്ടി സംസാരിക്കാൻ ഒരു സഖാവിൻ്റെ ഉത്തരവാദിത്വമാണ് നിർവഹിച്ചതെന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ്. ഏതു സഖാവാണ് അദ്ദേഹം? ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന ഒരാളല്ല. കൃത്യമായ തെളിവുകൾ എൻ്റെ പക്കലില്ലാത്തിടത്തോളം കാലം ഒരാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും പറയില്ല. എനിക്ക് അൻവറിനെ കുറിച്ച് അറിയാവുന്ന ഒരു കാര്യം, അദ്ദേഹം പലർക്കും അല്ലെങ്കിൽ CPM-നും ഒക്കെ വേണ്ടി ചില വൃത്തികെട്ട ജോലികൾ, ഡർട്ടി ജോബ്സ് ചെയ്യുന്ന ആളാണ് എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ധാരാളം കേസുകളുണ്ടെന്നും അറിയാം. അതിനപ്പുറത്ത് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ തയ്യാറല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹത്തെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പുരാവൃത്തം വിളമ്പുന്നത് കേട്ടപ്പോൾ നിലമ്പൂരിലെ ജനങ്ങളുടെ ഗതികേടോർത്ത് സങ്കടം വന്നുപോയി. ആ ആളാണ് ഇന്നിപ്പോൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് CPM സഖാക്കൾക്ക് വേണ്ടി ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഈ പാർട്ടി ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ഈ പാർട്ടിക്ക് എന്താണ് സംഭവിച്ചത്? ഇങ്ങനൊരു സ്വതന്ത്ര MLA വേണോ പാർട്ടിയുടെ ശുദ്ധീകരണത്തിന് നേതൃത്വം നൽകാൻ? സഖാവ് പിണറായി, സഖാവ് MV ഗോവിന്ദൻ, മറുപടിയുണ്ടോ? ഇത് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല, പാർട്ടി തന്നതാണ് എന്ന് ഓർക്കണമെന്ന് പിണറായിയുടെ മുഖത്തു നോക്കി വിരൽ ചൂണ്ടി അൻവർ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാനും ചോദിക്കാനും അയാൾക്ക് ആരാണ് അധികാരം നൽകിയത് എന്നുകൂടി കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കുന്നുണ്ട്. അൻവർ ഉന്നയിച്ച ചില പ്രശ്നങ്ങൾ മുൻനിർത്തി കഴിഞ്ഞ ദിവസം ഈ യൂത്ത് കോൺഗ്രസ്സുകാർ പിള്ളേർ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. വലിയ ബഹളവും പ്രകടനമൊക്കെ ആയിരുന്നു. ആ മാർച്ച് നടക്കുന്നതിന് മുമ്പ് ഈ അൻവർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എന്താ എഴുതിയെന്നറിയാമോ? സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താൻ പോകുന്ന യൂത്ത് കോൺഗ്രസ്സുകാരുടെ മുതുകത്ത് തിരുവനന്തപുരത്തെ പോലീസുകാർ തിരുവനന്തപുരം നഗരത്തിൻ്റെ മാപ്പ് വരയ്ക്കുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണെന്ന്. എന്തൊരു മനോനിലയാണ് ഈ മനുഷ്യൻ്റേത്! അയാൾ ഉന്നയിച്ച പ്രശ്നമാണ്, അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കും ADGPക്കും എതിരായിട്ടൊരു പ്രകടനം നടക്കുക. അത് നടത്തുന്ന ചെറുപ്പക്കാരെക്കുറിച്ചാണ് ഇദ്ദേഹം ഇത് പറഞ്ഞത്. ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടയ്ക്ക് പോലീസുകാരുടെ അടി ശിരസിലേറ്റ് മുഖം നിറയെ ചോരയുമായി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ ചിത്രം ഇന്നലെ ചാനലുകളിലും ഇന്ന് പത്രങ്ങളിലും കണ്ടപ്പോൾ ഒരുപക്ഷെ അൻവർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മുറിയടച്ച് കങ്കാള നൃത്തം ആടിക്കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ ഗോവിന്ദൻ സഖാവും ഈ ട്രോജൻ കുതിരയുടെ കഥ സമയം കിട്ടിയാലൊന്ന് വായിച്ചു നോക്കണം. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി പ്രഭാവർമ്മയോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ട്രോയ് എന്ന പട്ടണം പിടിച്ചടക്കാൻ ഗ്രീക്കുകാർ കുറേ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 10 വർഷം അവർ പോരാടി, പക്ഷേ അവരുടെ ഉദ്ദേശം സാധിച്ചില്ല. ഏറ്റവും അവസാനം അവരുടെ സൂത്രപ്പണി ചെയ്തു. അതായത് തടി കൊണ്ടൊരു വലിയ കുതിരയുണ്ടാക്കി. അകം പൊള്ളയാ, കുതിരയുടെ അകം പൊള്ളയാ. അതിനുള്ളിൽ ഗ്രീക്കുകാരുടെ ഏറ്റവും സമർത്ഥരായ പടയാളികളെ നിറച്ചു. അവർക്ക് ശ്വസിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ കുതിരയെ കടൽപ്പുറത്ത് ഉപേക്ഷിച്ചിട്ട് തോറ്റ് പിന്മാറുകയാണെന്നുള്ളൊരു തോന്നലുണ്ടാക്കത്തക്ക രീതിയിൽ ഗ്രീക്കുകാർ അവരുടെ കപ്പലുകളിൽ മടങ്ങിപ്പോയി. ആഹ്ലാദഭരിതരായ ട്രോയ് ജനത കടപ്പുറത്ത് വന്നപ്പോൾ അവിടെ ഒരു വലിയ തടിക്കുതിര കിടക്കുകയാണ്. എതിരാളികൾ തോറ്റു പോവുകയും ചെയ്തു, പിൻവാങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ തടിക്കുതിര അവർക്കുള്ള ഒരു വിജയ സമ്മാനം, യുദ്ധത്തിൽ ജയിച്ചതിനുള്ളൊരു ട്രോഫി ആണെന്ന് കരുതിക്കൊണ്ട് അവരതിനെ വലിച്ച് നഗരത്തിലേക്ക് കൊണ്ടുപോയി. കടപ്പുറത്ത് നിന്ന് ഒരുപക്ഷെ അവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്ത് കാണുമായിരിക്കും അതിനെ പ്രതിഷ്ഠിച്ചത്. എന്താ സംഭവിച്ചത്? രാത്രിയായപ്പോൾ ഈ കുതിരയുടെ പള്ളയിൽ നിന്ന് അത് തുറന്ന് 100 കണക്കിന് ഗ്രീക്ക് പടയാളികൾ പുറത്തിറങ്ങി ട്രോയിലെ ജനങ്ങളെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു, തകർത്ത് കളഞ്ഞു. ആ പട്ടണം പിടിച്ചെടുത്തു. അതുപോലെ ഒരു ട്രോജൻ കുതിരയാണോ
നമ്മുടെ അൻവർ? അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന പടയാളികൾ ആർക്കെതിരെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്? അല്ലെങ്കിൽ അവരാരാണ്? പാർട്ടിയോ സർക്കാരോ അന്വേഷിച്ചിട്ടുണ്ടോ? ഒരു IPS ഉദ്യോഗസ്ഥനായ SP സുജിത് ദാസ് ഒരു MLA കാല് പിടിച്ച് കരഞ്ഞ് കേണപേക്ഷിക്കുന്ന ശബ്ദരേഖ കേട്ടപ്പോൾ അന്ന് തന്നെ നടപടി എടുക്കേണ്ടതായിരുന്നില്ലേ അയാൾക്കെതിരെ? ഓൺ ദ സ്പോട്ട് അതിന് എന്തെങ്കിലും അന്വേഷണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അവിടെയാണ് തെറ്റുപറ്റിയത്. അതേസമയം ഈ ദിവസങ്ങളിലുണ്ടായ സംഭവ പരമ്പരകൾ മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ വലിയ അന്വേഷണം കൂടാതെ നടപടിയെടുക്കാവുന്ന ഒരു കേസേ ഉള്ളൂ. അത് അൻവറിനെതിരെയാണ്. ആ കുറ്റം അൻവർ തന്നെ സമ്മതിച്ചതാണ്. അതായത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഫോണുകൾ ചോർത്തി എന്ന കുറ്റം. അങ്ങനെ ചെയ്തുവെന്ന് ഈ ശശിക്കും അതുപോലെ അജിത് കുമാറിനുമെതിരെയുള്ള ആരോപണം പരസ്യമായി ഉന്നയിച്ച പത്രസമ്മേളനത്തിൽ അദ്ദേഹം സമ്മതിച്ചതാ. IPS ഉദ്യോഗസ്ഥന്മാരുടേതടക്കം അജിത് കുമാറിൻ്റെ ഭാര്യയുടെ ഫോൺ കോൾ അടക്കം ചോർത്തി എന്നുള്ളത് അത് തെളിഞ്ഞ ക്രൈമാണ്. അല്ലാതെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതല്ല. എങ്ങനെ ചോർത്തി എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. പോലീസിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചോ അതോ ഹാക്ക് ചെയ്താണോ, എങ്ങനെയാണ് അത് നിർവഹിച്ചത് എന്നും മാത്രം ഒരു FIR ഇട്ട് അന്വേഷണം നടത്തേണ്ടതല്ലേ? നിസ്സഹായമായി നിൽക്കുന്ന സർക്കാരിനെയും പാർട്ടിയെയുമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിനിടയ്ക്കൊരു ചെറിയ സംഭവം ഉണ്ടായി. ഈ മോൺസൺ മാവുങ്കൽ എന്നയാൾ നടത്തിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 360 ദിവസമായി സസ്പെൻഷനിലായിരുന്ന IG G ലക്ഷ്മണ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം സർക്കാർ തിരിച്ചെടുത്തു. നല്ല കാര്യമാണ്. അങ്ങനെ പറയാൻ കാരണം ഇവിടെ കൊല ചെയ്യാൻ മടിക്കില്ല എന്ന്, അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കുന്നു എന്ന്, ഫോൺ ചോർത്തുന്നു, മന്ത്രിമാരുടേതടക്കം ഫോൺ ചോർത്തുന്നു എന്ന് നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതേ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ ആരോപണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നേരിടുമ്പോൾ ഈ പാവം മാവുങ്കലിൻ്റെ ആ തട്ടിപ്പിൽ പെട്ടുപോയ നമ്മുടെ ലക്ഷ്മണയെ അങ്ങനെ ഇനിയും സസ്പെൻഷനിൽ നിർത്തുന്നത് ശരിയല്ല എന്ന് സർക്കാരിന് തോന്നി. നല്ല കാര്യം.